രാജ്യത്തെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിനും ഗതാഗത നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനുമായി മോട്ടോർ വാഹന നിയമത്തിൽ വിപ്ലവകരമായ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം. നിരന്തരമായി നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാർക്ക് കടുത്ത താക്കീത് നൽകുന്നതാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഒരു കലണ്ടർ വർഷത്തിൽ 5 അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള വ്യവസ്ഥയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഡ്രൈവർമാരിൽ ഉത്തരവാദിത്വബോധം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഈ വർഷം ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അതായത് ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ 5-ൽ കൂടുതൽ തവണ നിയമലംഘനം നടത്തി പിഴ അടച്ചവരും പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യും. പുതിയ നിയമം അനുസരിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപായി കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിയമലംഘനം നടത്തിയ ഡ്രൈവർക്ക് തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരം നൽകും എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു വശം. RTO അല്ലെങ്കിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ എന്നിവർക്കായിരിക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം. ഡ്രൈവർ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാണ് നിർത്തുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒഴിവാക്കാനും സ്വാഭാവിക നീതി ഉറപ്പാക്കാനും സഹായിക്കും. സാധാരണയായി ഗൗരവകരമായ നിയമലംഘനങ്ങൾക്ക് മാത്രമാണ് മുൻപ് ലൈസൻസ് റദ്ദാക്കിയിരുന്നതെങ്കിൽ പുതിയ ഭേദഗതി പ്രകാരം ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, റെഡ് സിഗ്നൽ മറികടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും 5 തവണയുടെ കണക്കിൽ ഉൾപ്പെടും. ട്രാഫിക് നിയമങ്ങൾ നിസ്സാരമായി കാണുന്ന പ്രവണതയ്ക്ക് ഇത് വലിയ രീതിയിൽ തടയിടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ ഡ്രൈവിംഗിലെ അശ്രദ്ധയുടെ ലക്ഷണമായി കണക്കാക്കിയാണ് ഇത്രയും കർശനമായ നിയമ നടപടികളിലേക്ക് ഗതാഗത മന്ത്രാലയം എത്തിച്ചേർന്നത്. നഗരപ്രദേശങ്ങളിൽ ആധുനിക AI ക്യാമറകൾ വ്യാപകമായതോടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത് എളുപ്പമായതും പുതിയ നിയമത്തിന്റെ കൃത്യമായ നിർവഹണത്തിന് സഹായകരമാകും. നിയമലംഘനങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ വാഹന ഉടമകളെ അറിയിക്കുന്നതിലും പുതിയ ഭേദഗതികൾ കൃത്യത വരുത്തിയിട്ടുണ്ട്. നിയമലംഘനം നടന്നാൽ 3 ദിവസത്തിനുള്ളിൽ മൊബൈൽ നമ്പറിലേക്ക് SMS വഴിയോ മറ്റ് ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയോ വിവരങ്ങൾ നൽകണം. കത്ത് മുഖേനയാണ് അറിയിപ്പ് നൽകുന്നതെങ്കിൽ അത് 15 ദിവസത്തിനുള്ളിൽ വാഹന ഉടമയ്ക്ക് ലഭിച്ചിരിക്കണം. വിവരങ്ങൾ കൈമാറുന്നതിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ ഇത് ഉദ്യോഗസ്ഥരെ നിർബന്ധിതരാക്കും. വാഹന ഉടമകൾക്ക് തങ്ങൾക്കുണ്ടായ നിയമലംഘനങ്ങളെ കുറിച്ച് കൃത്യസമയത്ത് അറിയാനും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാനും ഈ വേഗത്തിലുള്ള വാർത്താവിനിമയ സംവിധാനം ഉപകരിക്കും. റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾക്കും അമിത വേഗതയ്ക്കും കടിഞ്ഞാണിടാൻ പുതിയ ഭേദഗതിയിലൂടെ സാധിക്കും. പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മോട്ടോർ ബൈക്ക് സ്റ്റണ്ടുകളും അപകടകരമായ ഡ്രൈവിംഗും കർശനമായി നിയന്ത്രിക്കപ്പെടും. 5 തവണ എന്നത് വളരെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ ഡ്രൈവർമാരിൽ റോഡിലിറങ്ങുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാകും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവ ഡിമാറേറ്റ് പോയിന്റ് സിസ്റ്റത്തിന് സമാനമായ ഒരു രീതിയിലേക്കാണ് ഇന്ത്യയും നീങ്ങുന്നത് എന്നത് ഇതിന്റെ സൂചനയാണ്. വരും കാലങ്ങളിൽ ലൈസൻസ് എന്നത് ഒരു അവകാശമല്ലെന്ന് മറിച്ച് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു പ്രിവിലേജ് ആണെന്നും ബോധ്യപ്പെടുത്താൻ ഈ ഭേദഗതി സഹായിക്കും. ഈ പരിഷ്കാരങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ വാഹന ഡ്രൈവർമാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിഴ അടച്ചാൽ തീരുന്നതാണ് നിയമലംഘനം എന്ന ധാരണ മാറി ലൈസൻസ് തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുന്നത് ഗതാഗത അച്ചടക്കം വർദ്ധിപ്പിക്കും. റോഡ് സുരക്ഷാ വിദഗ്ധർ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും തടസ്സമില്ലാത്ത ഗതാഗതവും ശാസ്ത്രീയമായ സിഗ്നലിംഗ് സംവിധാനങ്ങളും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഇവർ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ഭേദഗതികൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതിലൂടെ റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ.